മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വാർത്തകൾ നാം ദിനം പ്രതി കേൾക്കാറുണ്ട്. എങ്കിൽ ഞങ്ങളും കണ്ടന്റിന് വേണ്ടി നാട് വിട്ട് കാട്ടിലേക്ക് കയറുന്നു. അല്ലാതെ ആശയദാരിദ്ര്യം കൊണ്ടല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ വേഷമിട്ട് വരുന്നത് സിംഹമാണെന്നും സിംഹക്കുട്ടിയാണെന്നും മാൻപേടയാണെന്നും മനസ്സാൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഫാൻറ്റസി സ്കിറ്റ് കാണണമേ എന്ന അപേക്ഷയോടെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ തുടങ്ങുന്നു. ധർമാർത്ഥമോക്ഷം നരസിംഹം പൂർണ്ണം ബ്രഹ്മം നരസിംഹം ത്വമേവ സർവം നരസിംഹം. നല്ല കിടുക്കൻ പാട്ടല്ലേ? കിടുക്കൻ പാട്ട് നല്ല പഞ്ച് സാധനം, എന്റെ എൻട്രിക്ക് പറ്റിയ സാധനം. പക്ഷെ അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു പ്രായത്തിന്റെ സാധനം അതിൽ മുഴച്ചു നിപ്പുണ്ട്. നരസിംഹം ഈ പറയത്തക്ക പ്രായമൊന്നും എനിക്കില്ല. അത് ഒരു തരം ബോഡി ഷെയ്മിങ് ആണ്. എനിക്കത് തീരെ പിടിച്ചിട്ടില്ല. ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൂടാ? ധ്യാനം ദേഹം കിടുസിംഹം മോക്ഷം കിടുസിംഹം. അല്ല പറഞ്ഞപ്പോ തന്നെ രോമ അഴിച്ച് നിൽക്കുന്ന കണ്ട. അതൊക്കെ പോട്ടെ, കാട്ടിലെ രാജാവാണ് ഞാൻ. പക്ഷെ ആൾക്കാർക്ക് ഇപ്പൊ പഴയ പോലെ ആ വിലയൊന്നും ഇല്ല. എങ്ങനെ വില തരുമെന്ന് പറ. എനിക്കൊരു തലതെറിച്ച ചെറുക്കനുണ്ട്. കാട്ടിലുള്ള മറ്റു മൃഗങ്ങളുടെ തോളി കൈയിട്ട് നടക്കുക, അവരെ മാളത്തിൽ പോയി ആഹാരം കഴിക്കുക. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു രാജകുടുംബമല്ലേ? അപ്പൊ ഒരു ഡിസ്റ്റൻസ് അവൻ കീപ്പ് ചെയ്യണ്ടേ? അത് കീപ്പ് ചെയ്യാത്തോടത്തോളം കാലം ഇവർ നമുക്ക് ഈ വില തരുമോ? ആ കാട് നന്നാക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് ദാ കെട്ടിയെടുത്തോണ്ട് വരുന്നുണ്ട്. അച്ഛൻ നിന്നെ ഞാൻ ഒന്ന് കാണാതിരിക്കായിരുന്നു. നീ എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? നീ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എനിക്കെതിരെ സമരം ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കേട്ടല്ലോ. രാജഭരണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ആ ശരിയാ, ഞാൻ സമരം ചെയ്യും. എന്റെ അച്ഛ രാജഭരണ കാലമൊക്കെ പണ്ടത്തെ കാലം, അതൊക്കെ പോയി. ഇപ്പൊ നമ്മുടെ ഈ കാട്ടില് സമത്വം വേണം, സാഹോദര്യം വേണം, ഇവിടെ മൃഗാധിപത്യം വരണം. ഇന്നലെ രാത്രി മൊത്തം ഒരു പന്നീര വാരിയിൽ ഒറ്റക്കിരുന്ന് വലിച്ചു കയറ്റിട്ട് ഇവന് മൃഗാധിപത്യം ഉണ്ടാക്കണോ? മൃഗാധിപത്യം എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരൊറ്റ പ്രാർത്ഥന ഉള്ളൂ. എന്തോന്ന്? ഇങ്ങനെ ഒരു സിംഹത്തിന്റെ മോനായിട്ട് ജനിക്കല്ലേ, വല്ല പുലിയുടെ മോനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അടിച്ച് ഞാൻ ചെവിക്കല് പൊട്ടിക്കും കേട്ടാ. സിംഹത്തിന് എന്താണ് കുഴപ്പം? കാട്ടിലെ രാജാവാണ്, അതൊരു അന്തസ്സാണ്. പിന്നെ ഒരു പുഴുങ്ങിയ ചിങ്കം. അതെ, നാട്ടിലായാലും കാട്ടിലായാലും ആരെങ്കിലും എന്തെങ്കിലും ധീരതയുള്ള ഒരു പ്രവൃത്തി ചെയ്താണ്ടല്ലോ, അവനെ ആൾക്കാർ പറയണേനറിയാമോ? ചിങ്കന്നല്ല, അവ പുലിയാണ്, പുലിയാണെന്ന്. ഒന്നും വേണ്ട, ദേ ഈ കാട്ടിൽ തന്നെ കിടക്കാണ്ടേ വല്ലപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങണം. മനുഷ്യന്മാരവിടെ ദേശീയ മൃഗാക്കി വെച്ചേക്കണത് ഈ ചിങ്ങത്തിനെ അല്ല, കടുവേനെയാണ്, കടുവേനെ. അതും പോട്ടെ, സിനിമയുടെ കാര്യം തന്നെ എടുക്കാം. ഈ പുലി എത്ര സിനിമയിൽ അഭിനയിച്ചു പറയാമോ? പുലിമുരുകൻ, മൃഗയ, തമിഴില് വിജയുടെ പുലി, പിന്നെ മറ്റേ രാജമൗലിയുടെ ഇങ്ങനൊരു പടത്തില് മൊത്തം പുലിയാ. എടാ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് ഷാജി കൈലാസ് സാറിന്റെ അടുത്ത് നന്ദിയുള്ളത്. അങ്ങനെ നരസിംഹം എന്ന് പറഞ്ഞ പടത്തില് ലാലേട്ടന്റെ എൻട്രി സമയത്ത് ഏറ്റവും കൂടുതൽ വാവളക്കുന്ന സിംഹം ഏതാ? ഞാനാ. എന്നെ അല്ലേ വെച്ചെടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ പിന്നെ ലാലേട്ടൻ 100-300 പടം ചെയ്തു. അച്ഛനെപ്പോഴും വായും പൊളന്നതേ ഇവിടെ തന്നെ കയറി. കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ലാലേട്ടൻ സംഗീതം പഠിക്കാൻ പോയ സിംഹത്തിന്റെ മട അതേന്നറിയാമോ? സിംഹത്തിന്റെ വട? സിംഹത്തിന്റെ വടയല്ല, സിംഹത്തിന്റെ മട. അതേന്ന് നിനക്കറിയാമോടാ? ആ മടയാണ് ഈ മട. അച്ഛന്റെ ഒരു മുട ഇവിടെ നടക്കില്ല. എന്റെ അച്ഛ, കാട്ടില് രാജഭരണം വേണ്ട, ഇവിടെ സമത്വം വേണം. അധ്വാനിക്കുന്ന മൃഗത്തൊഴിലാളികൾക്കെതിരെ ഞാൻ അവരുടെ കൂടെ നിൽക്കും. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എനിക്കുള്ള തന്നെയാടാ? അല്ല, എനിക്ക് അറിഞ്ഞാത്തോണ്ട് ചോദിക്കുകയാണ്. കാര്യം കാട്ടിലായോണ്ട് DNA-ക്കുള്ള ഓപ്ഷനും ഇല്ല. നീ ഒന്ന് ഗർജിച്ചാണ്. പ്രാക്ടിക്കലി ഓക്കെ, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അച്ഛാ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇവിടുത്തെ കാട്ടിലെ കുറെ സുഹൃത്തുക്കൾ ചേർന്ന് അവരുടെ പരാതി ഒരു നിവേദനമായിട്ട് തന്നിട്ടുണ്ട്. ഇതിന് വേഗം ഒരു തീർപ്പുണ്ടാക്കി തരണം. നിവേദനോ? ആ, ഉറുക്കന്റെ ആസ്ഥാന മന്ത്രിസ്ഥാനം ഒഴിവാക്കണം. പണ്ട് കാലം മുതൽ രാജാവ് സിംഹം, മന്ത്രി കുറുക്കൻ. അതിനി വേണ്ട. വയസ്സായി കിടക്കുന്ന ആമയ്ക്ക് വീൽ ചെയർ കൊടുക്കണം. പാവങ്ങള് എത്രയാന്ന് വെച്ച് എഴയും. സംഗതി കാര്യങ്ങൾ സ്പീഡായിട്ട് നടക്കുന്നത്. കുയിലിന് 10 മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ കൊടുക്കണം. ന്യായം. പാട്ടുപാടി ജീവിക്കുന്ന ആൾക്കാരവര്, അവർക്ക് 10 മണി കഴിഞ്ഞ് പാടണം. മൂങ്ങയുടെ നേത്രദാന ചികിത്സയ്ക്കുള്ള ഫണ്ട് അനുവദിക്കുക. അവർക്ക് രാത്രി മാത്രം കണ്ടാ മതിയോ? പകലുള്ള കാഴ്ച കാണണ്ടേ? ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വേട്ടാവളിയന് മണ്ണിന്റെ കൂട് മാറ്റി കോൺക്രീറ്റിന്റെ കെട്ടിടം അനുവദിക്കും. ഈ അളിയൻ എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ
എന്തായിക്കോട്ടെ, ഇത് വീട് വൃത്തിയാക്കാൻ നേരത്ത് ആദ്യം കുത്തിക്കളയണത് ഈ അളിയന്റെ കൂടാ. ഇത് നമുക്ക് കോൺക്രീറ്റ് വാർത്തു കൊടുക്കണം അച്ഛാ. ഇതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല. അച്ഛൻ എന്ത് പറഞ്ഞാലും കാര്യമില്ല. ഇവിടെ സമത്വം വേണം, സാഹോദര്യം വേണം, സോഷ്യലിസം വേണം. ഈ സമത്വം എന്നിലൂടെ തുടങ്ങണം അച്ഛാ. അതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിച്ചാ. കല്യാണം കഴിച്ചാ? ആ, എന്റെ ഭഗവാനെ, എന്റെ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിയില്ല. സന്തോഷമായി. മക്കള് പോയി പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഓ, ശരി എന്നാ. ഒരു സിംഹിണി ഈ വീട്ടിലോട്ട് വരുന്നത് നല്ലത് തന്നെ. കാര്യം ഇനി അവന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്റെ മോൻ തന്നെ ആണെങ്കിൽ ഒരു പുലി തന്നെ ഏട്ടാ. സിംഹം സ്നേഹത്തിൻ കഥ പറയാ. അതെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യുദ്ധക്കളത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ ചെയ്തേക്കണം. സിംഹത്തിന്റെ മടയിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തേക്കണ ഒരു മാൻപേടേനെയാ. അപ്പൊ അച്ഛൻ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. അഥവാ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓടുവാണെങ്കിൽ ഒരുമിച്ച് ഓടിക്കൊള്ളണം. അല്ലാണ്ട് കണ്ട സ്ഥലത്തേക്ക് ഓടിയിട്ട് കണ്ടവന്റെ കൊച്ചു മാങ്കുഞ്ഞായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ലേ. കാര്യം പറഞ്ഞേക്കാം. ഓക്കെയാണോ? ഓക്കെ. അച്ഛാ. ആ എടാ മോനെ, ആരാ വന്നേക്കണേ നോക്ക്. എടാ കള്ള, എന്റെ ചക്കരഞ്ഞ് അടുത്തോട്ട് വാ. അയ്യോ, അച്ഛൻ വിചാരിച്ചത് എന്റെ മക്കൾക്ക് കഴിവില്ലാത്തൊരുത്തനെന്നാണ് അച്ഛൻ വിചാരിച്ചു വെച്ചിരുന്നത്. അതൊക്കെ നീ തെറ്റിച്ച്. നീ മിടുക്കൻ തന്നെ ഏട്ടാ. അച്ഛൻ പോയി 2 പച്ചവളവും ഇച്ചിരി ചെറിയ ഉള്ളി എടുത്തോണ്ട് വരാം. നമുക്ക് രണ്ടുപേരും കൂടെ രാവിലെ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വലിച്ചു കീർത്തിന്നാം. തിന്നാൻ കൊണ്ടുവന്നല്ല. പിന്നെ ഇതാണ് ഞാൻ കല്യാണം കഴിച്ച എന്റെ പെണ്ണ്, എന്റെ മാൻ പേട. എടാ കിഴങ്ങ, എടാ നമ്മൾ രാജകുടുംബം അല്ലേടാ. രാജകുടുംബത്തിൽ സിംഹത്തിന്റെ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരാനുള്ള സിംഹിണിയെ, അല്ലാതെ മാൻമാടെ കെട്ടിക്കൊണ്ട് നിനക്ക് ബോധമുണ്ടോ? നിനക്ക് അത്ര നിർബന്ധമായിരുന്നെങ്കിൽ നീ വല്ല കാട്ടുപോത്തിനെ, മുയലിനെ, മ്ലാവിനെ കൊണ്ടുവരാത്തത് ഞാൻ അന്തസ്സായിട്ട് സ്വീകരിക്കുമായിരുന്നല്ലോ. എന്റെ അച്ഛന് 6 മാസം തിന്നാനുള്ള തീറ്റയല്ല ഞാനീ കൊണ്ടുവന്നേക്കണത്. ഞാൻ കല്യാണം കഴിച്ച എന്റെ ജീവിത പങ്കാളി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ, സത്യസന്ധമായിട്ട് പറയണം. ഇവൾ ആദ്യം കണ്ടപ്പം നിനക്ക് എന്താടാ തോന്നിയത്? പ്രണയം. എടാ, ഇവിടേക്ക് ആദ്യം കാണുമ്പോ നമുക്ക് വിശപ്പാണ് ആദ്യം തോന്നേണ്ടത്. കഷ്ടം തന്നെ നിന്റെ കാര്യം. എനിക്ക് അറിഞ്ഞൂടാ, കുടുംബത്തിന് ചീത്തപ്പേരായി. ഇനി കാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? പോയി ആരെങ്കിലും മേടിക്കടി. അച്ഛ, ഞങ്ങളെ അനുഗ്രഹിക്കണം. പോടി, പോടി, വല്ല വാക്കിനും. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അച്ഛ, പോവാനാണ് ഞാൻ പറഞ്ഞത്. പോ. അച്ഛൻ ഞങ്ങളെ കാണിച്ചത് അനുഗ്രഹം വാങ്ങിച്ചല്ലേ ഞാൻ. അച്ഛന്റെ കാലിലുള്ള കുഴിതകത്തുമാണ് നീ കുഴിന്ന് കൈ കുത്തിയത്. നിങ്ങൾ പ്രേമിക്കുന്ന ആരും എന്നോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അച്ഛന്റെ കാലിൽ കുഴിനകം ഉണ്ടെന്ന്? എന്നെ വർത്താനാടി നീ പറയണേ? ഈ പ്രേമിക്കുന്ന പെണ്ണിന്റെ അടുത്ത് ആരെങ്കിലും പറയുമോ എന്റെ അച്ഛന്റെ കാലുമ്പോ കുഴിനകം ഉണ്ട്, അനിയന്റെ ചന്തയിൽ കരപ്പനുണ്ട്, ഇതൊക്കെ ആരെങ്കിലും പറയുമോ? നീ എവിടെ ഉള്ളത്? എന്റെ അമ്മ പറഞ്ഞ അറിയും. അമ്മേടെ പേരെന്തോന്ന്? പുള്ളിമാൻ ഷീല. നീ പുള്ളിമാൻ ഷീലയുടെ മോളാണല്ലേ? തള്ളയോട് ചോദിച്ചാ മതി, പറഞ്ഞു തരും. പണ്ട് പാലക്കാട് വിക്ടോറിയ കാട് മുതൽ ഓട്ടമൈതാനിയിലെ കാട് വരെ ഓട്ടിച്ചിട്ടുണ്ട് നിന്റെ തള്ള ഞാൻ ഒരു 7 റൗണ്ട്. അന്ന് കിട്ടിയില്ല, ജസ്റ്റ് എസ്കേപ്പ്. ഈ കഥ അമ്മ എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ അന്നൊരു തീരുമാനം എടുത്തു, മോളെ എന്തെങ്കിലും ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സിംഹക്കുട്ടിയുടെ കൂടെ ആയിരിക്കും. നീ പകപോക്കാണല്ലേ? എന്തൊക്കെയാന്ന് പറഞ്ഞാലും അച്ഛൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. മാറി തിരിഞ്ഞാ പോടി. ഒന്നാമത് ബസ്സൊന്ന് വലഞ്ഞിരിക്കുന്നു ഞാൻ. അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ വന്ന് കയറുമ്പോൾ ഞാൻ അവസാനം നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ ഞാൻ മരുമോളെ പിടിച്ച് തിന്നു. എന്തിനു വെറുതെ ആവശ്യത്തെ പ്രശ്നത്തിരിക്കണം? നീ നിന്റെ കാര്യം നോക്കിപ്പോ. അച്ഛാ, ഞാനിപ്പോ ഇവിടെ കല്യാണം കഴിച്ചപ്പോ എന്താണ് കുഴപ്പം? എടാ, പണ്ട് ഇതുപോലെ ഈ കുടുംബത്തിൽ നിന്ന് ഒരു സിംഹം ഒരു കുരങ്ങനെ കല്യാണം കഴിച്ചതാണ്. അതിന്റെ ചീത്ത പേര് ഇപ്പോഴും നമ്മൾ മാറിയിട്ടില്ല. അതിന്റെ ബാക്കിയാണ് സിംഹവാലം കുരങ്ങ്. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനാ അല്ലെങ്കിൽ ഒരു പരിപാടിക്കാ പോകുന്ന സമയത്ത് മരത്തിന്റെ മോളിൽ തൂങ്ങി കിടന്നോണ്ട് ഹലോ എന്ത് മിണ്ടാതെ പോണ, നമ്മളൊക്കെ ബന്ധുക്കളാണ് കേട്ടോ. അത് കേൾക്കുമ്പോ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ബന്ധം വേണ്ട. ഇനി അഥവാ നിങ്ങൾ കല്യാണം കഴിച്ചല്ലോ, നിങ്ങൾക്കൊരു കൊച്ചുണ്ടായി, നിങ്ങൾ അതിന് എന്ത് പേരിടും? അയ്യോ, അതിലച്ഛൻ പേടിക്കണ്ട. ഈ സിംഹക്കുട്ടിക്കും ഈ മാൻപേടയ്ക്കും കൂടെ ഒരു കൊച്ചുണ്ടായ ഞാൻ ഒരു കിടക്കാച്ച പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. സിമ്രാൻ. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് മരുമോളുടെ വരവ്. അച്ഛാ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോ ഒട്ടാം തടിയല്ല, ഞാനൊരു കുടുംബസ്ഥനാണ്. അതെ, ഞങ്ങൾക്ക് അല്ലലില്ലാതെ ജീവിക്കണം. അതിനുവേണ്ടി എപ്പോഴാണ് ഈ ഗുഹ പാർട്ടീഷൻ ചെയ്യുന്നത്?
ഷെയർ വേണം. ഓ വന്ന് കയറി ഉടനെ നീ പണി തുടങ്ങി അല്ലേടി? കൊള്ളാം. അച്ഛനെ മോനെ തമ്മിലടിപ്പിക്കാൻ വേറെ എന്തെല്ലാം പണിയുണ്ട്? നിനക്കിരേ കിട്ടിയുള്ളൂ. അതൊക്കെ പോട്ടെ. ഇത് ഭാഗം വെച്ച് ചെയ്താൽ നീ ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും? ഞങ്ങൾ ഈ കാട്ടിലൊരു ബിസിനസ് കൊടുക്കും. എന്ത് ബിസിനസ്? പക്കാവിടെ കച്ചവടം. പക്കാവിടെ കച്ചവടം? ആ. ഇത് എങ്ങനെ ഉണ്ടാക്കും? ആദ്യം മൈദ മാവ് ഇങ്ങനെ വയ്ക്കും, കലക്കി വെക്കും. ആ. എന്നിട്ട് ഇവിടെ കുളമ്പുള്ള കാലും കൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കും. ആ. അപ്പൊ ഈ കുളമ്പിന്റെ ഇടയ്ക്ക് ഇവിടെ റിബൺ പോലെ പക്കാവിടെ അങ്ങനെ വരും. അത് ഞങ്ങൾ ചട്ടിയിലിട്ട് വറുത്ത് കോരി വിറ്റ് ജീവിക്കും. അത് മാത്രമല്ല, പിന്നെ? ഇതിന്റെ കൂടെ ഞങ്ങളൊരു സൈഡ് ബിസിനസ് ഉറച്ചല്ലേ. എന്തോ സൈഡ് ബിസിനസ്? പാ. അച്ഛൻ ആട്ടല്ലെന്ന് പറ. ആട്ടിയതല്ല, പിന്നെ? സ്പാ. അതൊന്ന് മാൻ മസാജിങ് സെന്റർ. ആര് ചവിട്ടി തരുവും? ഇവള് ചവിട്ടി തരുമ്പം എന്നാ കിടുക്കം കുളമ്പറിയുമ്പോ ഒന്നും കാശി ചവിട്ടാ. ഇവിടെ ഒരു ഒറ്റ ചവിട്ടിലാണ് ഞാൻ വീട് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും ആ. ഈ ബന്ധം ഞാൻ സമ്മതിച്ച് തരില്ല, തരില്ല, തരില്ല. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സമ്മതിക്കത്തില്ലെന്ന്. എന്ത് വെറുതെ അങ്ങനെ കേട്ട അച്ഛനെ പോയി എങ്ങനെയെങ്കിലും ഒന്ന് അനുഗ്രഹിപ്പിക്ക്. കയ്യിന്നിട്ട് നീ ഒരു പാട്ട് കൂടെ, കലാകാരിയല്ലേ? ഞാൻ കലാകാരിയൊന്നുമല്ല. കലാകാരി അല്ലെന്നോ? അല്ല. നിന്റെ അച്ഛന്റെ പേര് കലമാൻ എന്നല്ലേ? അതിനകത്ത് കലയില്ലേ? എന്ന് പറഞ്ഞാ ഞാൻ കലാകാരിയാവോ? ഇല്ല ഇല്ല, എനിക്ക് അറിയത്തില്ല. ചെല്ല്, എന്തെങ്കിലുമൊക്കെ ചെന്ന് പാട് ചെല്ല്. ഒരു സിംഹമലയും കാട്ടിൽ, തുണയോടെ അലറും കാട്ടിൽ, വഴി മാറി വന്നു ചേരും ഒരു കുഞ്ഞുമാൻ കിടാവ്. സവാള വടവട സവാള വടവട മക്കാല കച്ചേരി പാടടി സരിഗമ. കുയിലമ്മ പെണ്ണിന്റെ കുറുകുഴൽ കൂകുന്ന ഒളിക്കുവാൻ ഇടങ്ങളുണ്ടോ? ടിഷ്ക 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 ടിഷ്ക. ഒരു പൊട്ടുണ്ടോ, കുഴലുണ്ടോ? ടിഷ്ക 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 ടിഷ്ക. കുയിലമ്മയ്ക്ക് ഒരു പൊട്ടുണ്ടോ? ടിഷ്ക 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 ടിഷ്ക. എടി നീ വന്ന് കയറി എന്തെങ്കിലും പറയാം. എവനെ തരട്ടെ ഭ്രാന്ത്? എവനെ തരട്ടെ ഭ്രാന്ത്? ആഴ്ച കയറ്റ രണ്ടിനോട് ഞാൻ ഇവിടെ കാടിച്ച് കുടയും കേട്ടാ. ഇങ്ങനെ ദേശം വന്നിരിക്കണം. അതെ, അച്ഛൻ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കട്ടെ. എന്ത് ഗിഫ്റ്റ്? ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം? ഫോൺ. എടിവുള്ള ഈ പുള്ളി മാംസബുക്ക, ഇത് തിന്നാൻ കൊള്ളാവുന്ന വല്ല സാധനമാണോ? അയ്യോ, ഇതിനകത്ത് അതിനെക്കാട്ടി നല്ലൊരു ബുക്കുണ്ട്. എന്നെ ബുക്ക്? ഫേസ്ബുക്ക്. എന്ന് വെച്ചാ ഇതങ്ങനെ തോണ്ടിക്കൊണ്ട് അങ്ങോട്ട് ഇരുന്നുണ്ടല്ലോ, വിശപ്പും വരത്തില്ല, ദാഹവും വരത്തില്ല, കംപ്ലീറ്റ് എന്റർടൈൻമെന്റ്. ഇത് കൊടുത്താലാ? ഇത് കൊടുത്തങ്ങോട്ട് നോക്ക്. അച്ചായേ, മരുമോളെ കൊടുത്തതൊരു ഗിഫ്റ്റ്. എന്തോ ഗിഫ്റ്റ്? ഇതിനകത്ത് തോണ്ടിക്കഴിഞ്ഞാ വയറ് നിറയുന്ന പറയണേ. ആ നോക്ക്. എങ്ങനെ അച്ഛാ, അത് മേലോട്ട്. വേണോട്ടാ? പഴയ ആൾക്കാരാണ് അറിഞ്ഞൂടാ, ആ, അതുകൊണ്ടാണ്. മേളിലേക്ക്. ഇങ്ങനെ ഇങ്ങനെ ആക്കി, ഇങ്ങനെ അങ്ങോട്ട് ആക്ക്. ഞാൻ ആക്കണം. ആ, ആക്ക്. നമസ്കാരം, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ആദ്യത്തെ സ്കിറ്റ് കൊച്ചുപ്രതി വേണ്ടുണ്ട്, ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്. ഓക്കെ, ടീം KPSS ഒരു നല്ല കൈഡി. കൊച്ചു പ്രദീപ്. അയ്യോ, അത് വെറും പാവം. ദേ ഉണ്ണിയപ്പത്തിന്റെ അത്രേ ഉള്ളൂ. അതിനെ വെറുതെ വെറുതെ അതെങ്ങനെയാണ് ജീവിച്ചോളൂ. സംഭവം എനിക്ക് ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് മാത്രം കാര്യമില്ലല്ലോ. എനിക്ക് ചോദിക്കാനും പറയാൻ ഈ തറവാട്ടിൽ വേറൊരു കാരണവരുടെ ഉണ്ട്. ഞാൻ പുള്ളിയെ കൊണ്ട് ഇതൊന്ന് കാണിക്കട്ടെ. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ ബന്ധം നടക്കും. അല്ലെങ്കിൽ പെട്ടിയും പ്രമാണം എടുത്തോണ്ട് ദാണ്ടെ മറ്റേ വസ്തുവൊന്നും വീതം വെക്കാൻ പറയരുത്. ഇറങ്ങിക്കോളാം ഇവിടുന്ന് രണ്ടും കൂടെ. പറഞ്ഞേട്ടാ കൊണ്ടേ കാണിക്ക് ചെല്ല്. ദേ, അത് കണ്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ കാര്യം നടക്കൂ. സംഗതി വട്ടം പൊളിഞ്ഞു പോട്ടോ. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴേ ഞാൻ പറഞ്ഞ കല്യാണം ഒന്നും വേണ്ട, ചുമ്മാ പ്രേമിച്ച് നടന്നാ മതി. നീ ഇങ്ങനെ പറഞ്ഞാണ് ശരി. അവിടെ എങ്ങനെയാ നീ പെണങ്ങല്ലേ? ഞാൻ പിണങ്ങി. ദേ, ദേ, എന്തുവാ? മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ, മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ, കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോല പെൺമാനേ, തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ, എല്ലിലും കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ. പാട്ടും കൂത്തൊക്കെ നിർത്ത്. ഒരു സന്തോഷമുള്ള കാര്യം പറയാം. നിങ്ങൾ തന്ന ഈ സാധനം കൊണ്ടുവന്ന് ഞാൻ കാരണവരെ കാണിച്ചു. കാരണവര് ഭയങ്കര സന്തോഷം. കാട്ടിലേക്ക് ഒരു എന്റർടൈൻ കൊണ്ടുവന്ന കൊച്ചിനെ കാരണവർക്ക് അങ്ങ് ബോധിച്ചു. അപ്പൊ നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ കാരണവരെ നിങ്ങൾ ആരെങ്കിലും കണ്ട വീഡിയോ തന്നെ റിപ്പീറ്റ് അടിച്ച് പുള്ളി വീണ്ടും കണ്ട് ചിരിച്ചോണ്ടിരിക്കുക. സംശയം കാണും നോക്ക്. പുള്ളിയുടെ എന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഞ്ചാവും കടലക്കറിയായി. കോപം വരുന്നതിന് പുള്ളി എന്തിനാ തൊലിക്കുന്നത്? അത് മോളല്ല, എന്റെ വളർത്തു മോളാ. ഞാൻ അവളെ എടുത്ത് വളർത്തിയതാ. അവളെ വളർത്തുന്നതിന്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ വളരെ മറന്നും പോകും.
അയ്യോ അപ്പൊ കാരണവർക്ക് ഇഷ്ടപ്പെട്ടോ? കാരണവർക്ക് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് നിങ്ങളെ കല്യാണം ഓക്കെ. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഇതേ അങ്ങനെ വെറും മാൻപേടെ അല്ല, ഇവളുണ്ടല്ലോ ഐറ്റം വേറെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.